ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കടുമാങ്ങയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ 2 മാങ്ങ വെച്ചാണ് ചെയ്യുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള 2 മാങ്ങ. അപ്പോൾ ഇതാ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് ഗ്രേവി രസം പോലെയാണ് കഴിക്കേണ്ടതെങ്കിൽ ആ ഒരു രീതിയിലുള്ള വെള്ളം ഒഴിച്ച് വേവിക്കാം. എല്ലാം കുറുകി അച്ചാർ പോലെയാണ് ഇരിക്കേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം ഒരു ലൂസായിട്ടുള്ള പാകത്തിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലയും. അപ്പോൾ എൻ്റെ കയ്യിൽ കറിവേപ്പില കുറച്ച് കുറവാണ്, അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പില കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു കൂടെ മുഴുവനായിട്ടൊന്ന് ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. അതിപ്പോൾ നമ്മൾ കറിയിൽ ഇടുന്നത് പോലെ ഒരുപാട് മുളക് പൊടി ഇടണ്ട, അത്യാവശ്യം ഒരു കളറ് മാറാനുള്ള പൊടി മാത്രം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഉടഞ്ഞു പോകാതെ വേണം വേവിച്ചെടുക്കാൻ. ഈ ഒരു മാങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്ക് കടുമാങ്ങയിലോട്ട് ഇടാനുള്ള ഉലുവയും കടുകും പൊടി റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഓരോ ടേബിൾ സ്പൂണ് 2 കടുകും ഉലുവയും ഓരോ ടേബിൾ സ്പൂൺ എടുത്ത് അതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫാക്കുക. വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു. ഫ്ലെയിം ഓഫാക്കിയാലും നമ്മളൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടാറുമ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ചേർക്കുന്നില്ല, നമ്മൾ വെള്ളമൊഴിക്കുന്നതനുസരിച്ചാണ് ഈ ഒരു പൊടി ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൊടി കുറച്ചധികം പൊടിച്ച് വെക്കുകയാണെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചധികം നാളെ കേടാണ്ട് ഇരുന്നോളൂ. അപ്പോൾ മാങ്ങ അത്യാവശ്യം ഉടയാതെ നന്നായിട്ട് തന്നെ വെന്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശായിട്ട് നോക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒഴിക്കുന്ന വെള്ളത്തിനനുസരിച്ച് ഒന്ന് ടേസ്റ്റൊക്കെ നോക്കി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു തിള വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് താളിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി കടുക് താളിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ചേർക്കാത്തത്. ഇനി കറിവേപ്പില നിർബന്ധമായി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് താളിച്ച് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ നമുക്ക് കടുമാങ്ങ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന മാങ്ങ ചെറിയൊരു പുളിയും ചെറിയൊരു മധുരമുള്ള മാങ്ങയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ കടുമാങ്ങ അത്ര ടേസ്റ്റ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതൊക്കെ നോക്കി കടുമാങ്ങ ഉണ്ടാക്കാം. അപ്പോൾ ഏറ്റവും നല്ലത് ഈ ഒരു മൂത്ത് പഴുക്കാറായ മാങ്ങ തന്നെ ആയിരിക്കും. കടുമാങ്ങ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ആറിയതിന് ശേഷം ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഉപ്പ് മാങ്ങയൊക്കെ കഴിക്കുന്ന പോലെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തണുത്തിട്ട് കഴിക്കാനും ടേസ്റ്റാണ്. ചൂടാക്കി കഴിക്കൊന്നും വേണ്ട, ആ ഒരു തണുപ്പോടെ തന്നെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഈ ഒരു കടുമാങ്ങ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവരേക്കും ബൈ.